LDF പ്രതിനിധി ശ്രീ ഹാഷിം അരിയിൽ, ഈ ED-യുടെ ഏത് അന്വേഷണം നടന്നാലും നിങ്ങൾ പറയും രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ അന്വേഷണത്തെ നേരിട്ട് നിങ്ങൾ ഇതിനകത്ത് കുറ്റക്കാർ അല്ല എങ്കിൽ നിങ്ങൾ ആ കുറ്റക്കാരല്ല എന്ന് തെളിയിച്ച് പുറത്തു വരൂ. എന്നിട്ട് വേണ്ടേ പറയാൻ. രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ, അന്വേഷണ ഏജൻസികളെ എല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സമീപനമല്ലേ അന്നും നിങ്ങൾ കൈക്കൊണ്ടത്, ഇന്നും കൈക്കൊള്ളുന്നത് ശ്രീ ഹാഷിം അരിയിൽ? ചോദ്യം ഞാനിപ്പോ പത്മനാഭൻ സാർ പറഞ്ഞ പോലെ രണ്ടാമത് അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് വീണ്ടും ഇരിക്കുന്നത്. അന്ന് ഹരിദാസ് സാർ ഉണ്ടായിരുന്നു. ഈ വിഷയം നന്നായി പഠിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം കൂടി ഉണ്ടായിരുന്ന ഒരു ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം അന്നും അതിനു മുന്നേയും, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം സഖാവ് പിണറായി വീട് മാറിയ ഉടനെ തന്നെ നടത്തിയ റെയ്ഡ്, ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് റെയ്ഡിനെ ആരും തടസ്സപ്പെടുത്തിയില്ല എന്ന് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങിപ്പോകുമ്പോൾ പ്രവർത്തകർ വൈകാരികമായിട്ട് അന്ന് ഒരു ചെറിയ ഉന്തും തള്ളും അവിടെ ഉണ്ടായി. ആ ഉന്തും തള്ളും അല്ല, അത് വധശ്രമമാണെന്നൊക്കെ ഈ ചാനലിൽ തന്നെയാണ് ചർച്ച നടത്തിയത്. പക്ഷെ അന്ന് എനിക്ക് കോ പാനലിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് നേരെ തിഹാർ ജയിലിലേക്ക് പോകുക, അവര് ഇനി തിരിച്ചിങ്ങോട്ടൊന്നും വരൂല. ഉന്തും തള്ളുവാണെന്ന് ആ വണ്ടി ഓടിച്ച ഡ്രൈവറോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വെറും ഉന്തും തള്ളുവാണ് നടന്നത്. ആ വണ്ടി ഇതുവരെ നന്നാക്കി കൊടുത്തിട്ടില്ല. അങ്ങേർക്ക് വീണ്ടും ടാക്സി ഓടാൻ കഴിഞ്ഞിട്ടില്ല. ചീമുട്ട ഏറുണ്ടായി. അതിനെയൊക്കെയാണ് ഉന്തും തള്ളു എന്ന് പറയുന്നത് ശ്രീ ഹാഷിം അരിയിൽ. അദ്ദേഹത്തിൻ്റെ വണ്ടി ഏത് നിലയിലാണ് അത് പിന്നീട് വർക്ക്ഷോപ്പിലോട്ട് മാറ്റിയത്? പിന്നീട് CPM നേതാക്കൾ പോയി കണ്ട് ഇതെല്ലാം ശരിയാക്കി തരാം എന്ന് നിങ്ങൾ എന്നും പറയുന്ന വാക്ക് അങ്ങേരോടും പറഞ്ഞു. ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ല. അത് സാധാരണ രാഷ്ട്രീയ സംഘർഷങ്ങളിലൊക്കെ ഉണ്ടാകും. എന്റെ വണ്ടി 2009 കാസർഗോഡ് കറന്തക്കാട് വെച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് കറന്തക്കാട് വെച്ച് 19ഓളം ആളുകൾ ചുറ്റും നിന്ന് എറിഞ്ഞിട്ടുണ്ട്. അന്ന് എന്റെ ശരീരത്തിൽ ഒരു പ്രോബ്ലം എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ വാഹനം പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനായിട്ട് യാത്ര ചെയ്യുന്നൊന്നുമല്ല. ഞാൻ യാത്ര ചെയ്യുന്നതിനിടയിൽ അന്ന് BJP-യുടെ പ്രവർത്തകരാണ് അതിലെ പോകുന്ന കർത്തക്കാട് വഴി പോകുന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞത്. അതിനിരയാക്കപ്പെട്ട ഒരാളാണ്. 78,000 രൂപ എന്റെ കയ്യിൽ നിന്ന് അതിന്റെ ഇൻഷുറും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ചെലവ് ചെയ്യേണ്ടി വന്നു. ഭാഗ്യവശാൽ എന്റെ ശരീരത്തിനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ അതിന് വധശ്രമത്തിനൊന്നും കേസ് കൊടുക്കാൻ പോയിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്കറിയാം അതിന്റെ പരിണിത ഫലം എന്താ. വിഷലാണ് നമ്മൾ കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായ നേരിയ ഉന്തും തള്ളും അതിന്റെ വിഷലാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കുന്നത്. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതിൽ പരിതപിക്കുന്ന ആളൊന്നുമല്ല. കാരണം യാത്രയിൽ പലപ്പോഴും അങ്ങനെയൊക്കെ ചിലപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ച ഒന്നിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഇതിനെ തടയാൻ നിൽക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ശരി, അതിനുശേഷം എത്ര അന്വേഷണങ്ങൾ ഇവിടെ നടന്നു? ഇന്നടക്കം എത്ര റെയ്ഡുകളായി നടക്കുന്നത്? കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈങ്കിളി വാരികളെ പോലെ ആഴ്ചക്കാഴ്ചകൾക്ക് ആളുകൾക്ക് വേണ്ടി കഥയുണ്ടാക്കുന്ന പണിയില്ല. ED-യെ കുറിച്ച് നമുക്കൊരു പോസ്റ്റർ ഇറക്കാം. അയാൾ കഥ എഴുതുകയാണ്. അയാൾ കഥ എഴുതിക്കൊണ്ടേയിരിക്കുക. ആ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥകളിൽ ചിലരൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, നിങ്ങൾ പറയുന്നത് അത് വലിയ സംഭവമായിട്ട് പുറത്തു വിട്ടുക. ഇവിടെ CMRL എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങളായി പ്രവർത്തനം തുടങ്ങിയ ആ കമ്പനി പല ആളുകൾക്കും പണം കൊടുത്തു എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. നേരത്തെ ഇവിടെ ആങ്കർ തന്നെ ചോദിച്ചല്ലോ, അതില് RC-യും OC-യും ഇതൊന്നും മദ്യത്തിന്റെ പേരൊന്നുമല്ലല്ലോ, രാഷ്ട്രീയ നേതാക്കളുടെ ചുരുക്കപ്പേരാണല്ലോ. ആ രാഷ്ട്രീയ നേതാക്കളൊക്കെ കോടികൾ വാങ്ങിയിട്ടുണ്ട്. ആ കോടികളെ കുറിച്ച് ഇതുവരെ ഒരനക്കം ഇവിടെ നടന്നിട്ടില്ല. എന്തിനേറെ പൂഞ്ഞാറിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച PC ജോർജ് എന്ന് പറയപ്പെടുന്ന NDA-യുടെ നേതാവ്, BJP-യുടെ നേതാവ്, അദ്ദേഹം പറഞ്ഞത് 4.5 കോടി രൂപ ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കുന്ന. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കാനുള്ള, ഇന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ അസംബ്ലി മണ്ഡലത്തിൽ ചെലവഴിക്കാനുള്ള തുകക്ക് ഒരു പരിധിയില്ലേ? ആ പരിധിയുടെ 9 ഇരട്ടിയോളം തുക A ക്ലാസ് മണ്ഡലത്തിൽ ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ആ ഫണ്ട് കട്ടുപോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മറുവശത്ത് കൊടി കട്ടുപോയ കഥ പറയുന്നു. എവിടെ ED എവിടെയാ? ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇത് കൂട്ടിലെ തത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത്, CPM ഒക്കെ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ പ്രേരിതമായി ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനും CPM-നെ ഒന്ന് അടിച്ചിരുത്താനൊക്കെ ഇതൊക്കെ ഉതകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? 187 കോടി രൂപ ഇവിടെ മണി ട്രാൻസാക്ഷനിൽ കുഴപ്പം കണ്ടെത്തിയതിൽ
ചർച്ചക്കുള്ളത് വെറും 2 കോടിയുടെ കാര്യത്തിന് മാത്രം, 2.25. ബാക്കിയുള്ളവരെടുത്ത പണമാരാണ് എടെ ആ എടുത്തവരാരൊക്കെയാണ്? അതിനെക്കുറിച്ച് എന്താ ഇ ഡി ഒന്നും ഒരക്ഷരം മിണ്ടാതില്ലാത്തത്? അവരുടെയൊക്കെ വീടുകളിലേക്ക് എന്താ കയറിപ്പോകാത്തത്? അവർ പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ഫണ്ട് പിരിച്ചെന്നാ. പാർട്ടിക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നുണ്ടെങ്കിൽ റെസിറ്റ് ഉപയോഗിച്ചിട്ടല്ലേ പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ഉപയോഗിക്കുക? അതുപോലെ തന്നെ പാർട്ടികൾക്ക് അവരുടെ അക്കൗണ്ട് ബുക്കുകൾ ഉണ്ടാവൂലേ? ഏതടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ആ ഫണ്ട് വാങ്ങിയത് എന്നത് അവർ പറയേണ്ടതില്ലേ? എന്തിനാണ് അവർ ചെലവഴിച്ചത് എന്ന് അവർ പറയേണ്ടതില്ലേ? അപ്പം വ്യക്തിപരമായിട്ട് ഇവരൊക്കെ ഫണ്ട് വാങ്ങുന്നുണ്ട്, ആളുകളെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു ആരോപണം ഈ പരസ്യവേദിയിൽ ഉന്നയിക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുക. ആ ആരോപണം എന്ന് പറയുന്നത്, നിങ്ങൾ ചാനലുകാർ, ഇവിടെ പ്രിയപ്പെട്ട പത്രപ്രവർത്തകനെ ഇവിടെ നേരത്തെ സംസാരിച്ചല്ലോ, അദ്ദേഹം പിന്നെ തുടക്കത്തിൽ പറഞ്ഞാൻ കേട്ടില്ല, സജിത് പരമേശ്വരൻ ഇന്നും പത്രപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ ദിവസങ്ങളോളം എഴുതാനുള്ള ഫീച്ചർ ഉണ്ട്. രാജ്യത്തെ ബോക്സൈറ്റ്, കേരളത്തിലെ ബോക്സൈറ്റ് വലിയ കർണാടകയിലുള്ള മാഫിയകള് കൊള്ളയടിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്തര കേരളത്തില് കാസർഗോഡ് ബേസ് ചെയ്തിട്ട് അത്തരം ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ സ്ഥലം വാങ്ങിക്കൂട്ടിയാളുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ മുഖ്യമന്ത്രി വിമാനത്തിൽ ടൂർ പോയത്. ആര്യാടന്റെ ബന്ധു ആയതുകൊണ്ടല്ല പോയത്. അവിടെ വലിയൊരു സ്കാമിനുള്ള, അവിടെ വലിയൊരു ചൂഷണത്തിനുള്ള വഴി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് കർണാടക സ്റ്റേറ്റാ, അത് ഇപ്പുറം കേരളം. രണ്ടിന്റെയും ഇടയിൽ ഒരു മതിൽ മാത്രം. മതിൽ എന്ന് പറയുന്നത് പാറക്കല്ലുകൾ, ഉരുളൻകല്ലുകൾ പെറുക്കി വെച്ചിരിക്കുന്ന ഒരു തടസ്സം മാത്രം. അത് രണ്ടിന്റെയും ഇടയിൽ ഏകദേശം 200 ഏക്കറോളം ഭൂമികള് പിന്നെ അന്ന് വിരുന്ന് നൽകിയിരിക്കുന്ന ആതിഥേയൻ അദ്ദേഹം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, കർണാടകത്തിൽ നിന്ന് ഇപ്പോൾ ബോക്സൈറ്റ് കടത്തുന്നുണ്ട്. ആന്ധ്രയിലേക്ക് ദിവസം 35 ടോറസുകളോളമാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്, ടൺ കണക്കിന്. അവിടെ തന്നെ വേബ്രിഡ്ജ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ സൃഷ്ടിക്കപ്പെട്ടതിന്റെ തൊട്ടടുത്തുള്ള ഭൂമിയൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് വേലി കെട്ടി വെച്ച് അതിന് തിരിച്ചു വെച്ച് ജിയോളജിയുടെ പെർമിഷൻ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഖനനം നടത്താനുള്ള ശ്രമത്തിൽ ഒരുക്കുകയാണ്. എനിക്ക് ഹെലികോപ്റ്ററിൽ എന്തിനു പോയി എന്ന് ഞാൻ ഇതുവരെ ഒരാളോടും ചോദിക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം എന്തിനാണ് പോയത് എന്ന്. ആ പോയത് ഫാറൂഖിന്റെ ഭൂമിയിൽ ഖനനം നടത്തുന്നതിന് വേണ്ടിയുള്ള ആലോചനയ്ക്ക് വേണ്ടി കൂടിയാണ് പോയത്. വേണമെങ്കിൽ രജിസ്റ്റർ ആക്കിയതിന്റെ ആധാരത്തിന്റെ പകർപ്പടക്കം എനിക്ക് ചാനലിൽ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റും. അത്രയും ഇവിടെയൊക്കെ ഭൂഖനന മാഫിയകളും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ അവർ സ്വാധീനിക്കുന്നുണ്ട്, പണം തട്ടുന്നുണ്ട്. അതെല്ലാ ഭാഗത്തുമുള്ള ചില ആളുകളൊക്കെ അതിന്റെ പിറകിൽ നിൽക്കുന്നുമുണ്ട്. ആ നിൽക്കുന്ന ആളുകളെയൊക്കെ പിന്നെ യഥാവിധി ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടത്തിയിട്ട് ആരാണ് കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കട്ടെ. 2015 ശേഷം മാത്രമല്ല കർത്ത അവിടെ പ്രവർത്തനം തുടങ്ങിയത്. ഈ 2015 ശേഷം തുടങ്ങിയ കർത്തയുടെ പ്രവർത്തനം ഇന്നും അവിടെ തടയിടാതെന്ന് പിന്നെ തുടരുന്നുണ്ടല്ലോ. UDF ഗവൺമെന്റ് വന്നിട്ട് മാസം എത്രയായി? എന്തുകൊണ്ടാണ് കർത്ത വീണ്ടും തുടരുന്നത്? കർത്ത പൈസ വീണ്ടും കൊണ്ടു കൊടുത്തിട്ടുണ്ടോ? പെട്ടി ഇവർ വാങ്ങി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതെന്തുകൊണ്ടാ പൂട്ടാത്തത്? ഞാൻ പറയുന്നത് ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമെന്ന് സാധാരണക്കാരായ ആളുകൾ സംശയിക്കേണ്ടി വരുന്നത് ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നാണ് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, കരിമണൽ കർത്തയെ പോലുള്ള ആളുകൾ അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും അദ്ദേഹത്തിനൊന്നും ഒരു കോട്ടവും വരില്ല. അവരുടെ മാഫിയ പ്രവർത്തനം, അവരുടെ വ്യവസായം, അവരുടെ കൊള്ള അത് തുടർന്നുകൊണ്ടേയിരിക്കും. അവർ പണം നൽകാനുള്ളവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും.